ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാഫിക് ഡിസൈനിലെ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ പ്രിൻസിപ്പിളായ ഹയറാർക്കിയെക്കുറിച്ചാണ്. ഡിസൈനിൽ എലമെൻറ്റ്സ് ഓർഡറിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നതിനാണ് ഹയറാർക്കി എന്ന് പറയുന്നത്. ഇപ്പോൾ ഹയറാർക്കി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സൈസ് വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും, കളർ വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും, കോൺട്രാസ്റ്റ് വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്ലേസ്മെൻറ്റ് വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയും പിന്നീട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിലും ഒക്കെയാണ്. ഇനി നമുക്ക് ഹയറാർക്കി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നതിന് കാരണം നോക്കാം. ഹയറാർക്കി നമ്മുടെ ഡിസൈന് ഒരു വിഷ്വൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മെസ്സേജ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് പെട്ടെന്ന് കൺവേ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഹയറാർക്കി വെച്ച് സാധിക്കുന്നതാണ്. പിന്നെ ഒരു സെൻസ് ഓഫ് ഓർഡറും ഓർഗനൈസേഷനും ഒക്കെ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസൈന് കൂടുതൽ അപ്പീലിങ്ങും എൻഗേജിങ്ങും ആവുന്നതാണ്. നമുക്ക് പല രീതിയിൽ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സൈസാണ്. നമുക്ക് സൈസ് ഉപയോഗിച്ച് ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അതിൻ്റെ സൈസ് കുറച്ച് കൂട്ടി ഇട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കാം. ഇവിടെ ഈ ഒരു വേരിൻ്റെയും ഈ ഒരാളുടെയും സൈസ് ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈന് ശ്രദ്ധിക്കത്തില്ല, പെട്ടെന്ന് ഒരു കോൺട്രാസ്റ്റ് ഇല്ല. അത് പക്ഷേ നമ്മൾ ഈ സൈസ് കൂട്ടിയിടുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിനായിരിക്കും കൂടുതൽ ശ്രദ്ധ വരുന്നത്. അപ്പം വലിയ സൈസ് ഉള്ളതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പുറകിലുള്ള ആളെ പിന്നീടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് സൈസിലൊരു കോൺട്രാസ്റ്റ് കൊണ്ടുവന്നാൽ നമുക്ക് ഒരു ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ളത് കളറാണ്. കളർ നമുക്ക് ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ അറ്റൻഷൻ വേണമെങ്കിൽ അതിന് നമുക്കാണെങ്കിൽ ബ്രൈറ്റും ബോൾഡും ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരുപാട് അറ്റൻഷൻ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ അതിന് കുറച്ച് ന്യൂട്രലായിട്ടുള്ള കളറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളത് കോൺട്രാസ്റ്റ് ആണ്. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കോൺട്രാസ്റ്റ് ഉണ്ട്. കളറ്, സൈസ്, ഷേപ്പ്, ടെക്സ്ചർ. ഇപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങനത്തെ കോൺട്രാസ്റ്റ് വെച്ചിട്ട് നമുക്കാണെങ്കിൽ കൂടുതൽ അറ്റൻഷൻ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരാൾ ആദ്യത്തെ ഇമേജിൻ്റെ അകത്ത് ഒട്ടും ശ്രദ്ധിക്കത്തില്ല. രണ്ടാമത്തെ ഇമേജ് നമുക്ക് പെട്ടെന്ന് അറ്റൻഷൻ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് കാരണമാണ് പെട്ടെന്ന് അറ്റൻഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺട്രാസ്റ്റ് കൊണ്ടുവന്നിട്ട് നമുക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയുള്ളത് ടൈപ്പോഗ്രഫിയാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ആദ്യത്തെ ഇതിനകത്ത് നോക്കാം. ഇവിടെ നിന്നാണെങ്കിൽ ടൈപ്പോഗ്രഫി കൃത്യമായിട്ട് കാണാൻ പറ്റും. എൻ്റെ പേരും വെബ്സൈറ്റും എല്ലാം ഒരേ സൈസിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ വരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ഡിസൈൻ്റെ അകത്ത് പേര് വലുതാക്കിയിട്ടുണ്ട്, ഇവിടെ പ്രത്യേകം കളർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെറുതാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഓർഡറിലായിരിക്കും നമ്മളിത് വായിക്കുക. ഇപ്പോൾ നമ്മളാണെങ്കിൽ പേര് വായിക്കുക, അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ളതൊക്കെ വായിക്കുക. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ അകത്ത് ഈ ഒരു പേരിൻ്റെ വെയിറ്റ് കൂടുതലാണ്, സൈസ് കൂടുതലാണ്, സ്റ്റൈലും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ ശ്രദ്ധ വരുന്നത്. ഇപ്പോൾ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടുതൽ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അത് ബോൾഡാക്കിയും ലാർജ് ആക്കിയും അല്ലെങ്കിൽ നമുക്കത് ഇറ്റാലിക് ആക്കിയൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ പല രീതിയിൽ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയുള്ളത് അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റ് ഉപയോഗിച്ച് നമുക്കാണെങ്കിൽ ഒരു സെൻസ് ഓഫ് ഓർഡറും ഓർഗനൈസേഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു ഡിസൈൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഒട്ടും അലൈൻമെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇത് രണ്ടാമത്തെ ഇമേജിൽ അത് സെൻട്രൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻസ് ഓഫ് ഓർഡറും ഓർഗനൈസേഷനും ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇങ്ങനെ സെൻട്രൽ അലൈൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടൊക്കെ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സൈഡിൽ അലൈൻ ചെയ്യുവാണെങ്കിൽ, റൈറ്റിലോ ലെഫ്റ്റിലോ ഒക്കെ അലൈൻ ചെയ്യുവാണെങ്കിൽ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് ആദ്യം ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആണുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഹെഡിങ് കുറച്ച് വലുതാണ്, കുറച്ച് ബോൾഡായിട്ടുള്ള ലെറ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ ഒരു ഓർഡറിലാണ് വന്നേക്കുന്നത്. കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും കളറും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ പല ഫോണ്ടുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആദ്യം വായിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റ് ആയിരിക്കും. പിന്നീട് നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റുകൾ വായിക്കത്തുള്ളൂ. രണ്ടാമത് നമ്മൾ ഇത് വായിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഓർഡറിലായിരിക്കും വായിക്കുക. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസും കളറും ഒക്കെയാണ്. ഈ ഒരു കോൺട്രാസ്റ്റും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കാണെങ്കിൽ ഒരു ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡിസൈൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു എഴുത്ത് നമുക്ക് ആദ്യം വായിക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് എടുത്ത് നിൽക്കുന്നതാണ്. ഇപ്പം ഇതുമെല്ലാം ഒരേ കളറായിരുന്നെങ്കിൽ നമ്മൾ ഒട്ടും ഇത് വായിക്കത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ഡിസൈൻ്റെ അകത്ത് ഇത് വായിക്കുന്നതാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺട്രാസ്റ്റാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സൈസും ഉണ്ട്. ഇപ്പം ബാക്കിയുള്ളത് നമ്മൾ പിന്നീടേ വായിക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസൊക്കെ തീരെ ചെറുതാണ്. ഇതാണ് വലിയ സൈസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ നമുക്കൊരു വിഷ്വൽ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.